ഇടുക്കി മൂന്നാർ ഉദുമൽപേട്ട് റോഡിൽ പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരിക്കേറ്റത്. മറയൂരിലേക്ക് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ആക്രമണം. പടയപ്പ ലോറി തടയുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, പടയപ്പ അങ്ങനെ അധികം ആക്രമണങ്ങൾ നടത്തിയതായി കേട്ടിട്ടില്ല. ഇതെങ്ങനെയാണ് ഡിൽജയും മകനും യാത്ര ചെയ്യുന്ന സമയത്ത് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ ഏത് ഭാഗത്താണ് ആനയുള്ളത്? ശ്രീജ, മുൻകാലങ്ങളിൽ പടയപ്പ വലിയ ആക്രമണകാരിയായി അല്ലെങ്കിലും കഴിഞ്ഞ 2 വർഷമായി പടയപ്പ ആക്രമണം നടത്തുന്നുണ്ട്. പലപ്പോഴും വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമൊക്കെ പതിവായ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും മതപ്പാടുള്ള കാലഘട്ടത്തിൽ. കഴിഞ്ഞ വർഷവും മതപ്പാടിന്റെ സമയത്ത് ആക്രമണം നടന്നിരുന്നു. ഇപ്പോൾ നിലവിൽ ആന മതപ്പാടിൽ ആണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഏകദേശം 1 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും മറയൂരിലെ ഒരു സ്കൂളിലേക്ക് പോയതായിരുന്നു ദിൽജയും മകനും. ഇവിടെ സ്കൂളിലെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മേക്കപ്പ് സാധനങ്ങളൊക്കെയായി ആണ് ഇരുവരും പോയത്. ഈ സമയത്ത് വകുവര എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് പടയപ്പയുടെ മുൻപിൽ ഇടപെട്ടത്. തുടർന്ന് വാഹനം നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇവിടെ ആരെ ആക്രമിക്കുകയായിരുന്നു. ദിൽജയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് മറയൂരിൽ നിന്നും വനംവകുപ്പിന്റെ ആംബുലൻസ് എത്തി ഇവരെ മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. തുടർന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഇന്നലെ രാത്രി 1 മണിയോടാണ് ഈ സംഭവം നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ മേഖലയിലൂടെ മൂന്നാർ ഉദുമൽപേട്ട റോഡിൽ സഞ്ചരിച്ചിരുന്ന ഒരു ലോറി തടയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. നിരവധി വാഹനങ്ങൾക്ക് നേരെ ഇപ്പോൾ നിലവിൽ പടയപ്പ ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേ റോഡിൽ തന്നെ രാജമലയ്ക്ക് സമീപത്ത് വെച്ച് സിനിമാ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയും പടയപ്പ ആക്രമണം നടത്തിയിരുന്നു. നിലവിൽ ആന തലയാർ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും ആന നിലനിർത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി മറയൂർ മൂന്നാർ മേഖലയിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ചാണ് പടയപ്പ ഉള്ളത്. ശ്രീജ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു പടയപ്പ യുവതിക്ക് നേരെ ആക്രമണം നടത്തിയത്. പട്ടാപ്പകൽ കാട്ടാന